മാസപ്പടി കേസിൽ ഇനി അന്വേഷണത്തിനൊന്നുമില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജി തള്ളുകയാണെന്ന് വിജിലൻസ് കോടതി തിങ്കളാഴ്ച രാവിലെ വ്യക്തമാക്കിയപ്പോൾ ഞെട്ടിയത് മാത്യു കുഴൽനാടൻ MLA ആണ്. കുഴൽനാടൻ പേരിട്ട് വിളിച്ച മാസപ്പടി വിവാദത്തിൽ ഒരു കുന്തവുമില്ലെന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന കുഴൽനാടൻ്റെ ആവശ്യം കോടതി കൈയോടെ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളം വിടണമെങ്കിൽ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ്റെയും അനുമതി വേണമെന്നാണ് ഇപ്പോഴത്തെ ഒരു വയ്പ്. അതുകൊണ്ട് തന്നെയാണ് പുലർച്ചെ ദുബായിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യാത്ര മുടക്കാൻ ഏതു വിധേനയും എന്തും ചെയ്യാൻ കുഴൽനാടൻ ഇറങ്ങിത്തിരിച്ചതും. പക്ഷേ തൻ്റെ ദുബായ് സന്ദർശനം സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും കത്ത് നൽകിയിരുന്നു ചട്ടപ്രകാരം. അതുകൊണ്ട് തന്നെ കുഴൽനാടൻ്റെ എല്ലാ പദ്ധതികളും ചീറ്റിപ്പോയി. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും സൈബർ പുലികളെ ഇറക്കി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കുഴൽനാടൻ നടത്തിയ അവസാന നിമിഷ ശ്രമവും അങ്ങനെ വെള്ളത്തിലായിപ്പോയി. തിങ്കളാഴ്ച രാവിലെ വിജിലൻസ് പ്രത്യേക കോടതി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസിൽ വിധി പറയാൻ തയ്യാറായിരിക്കെ മുഖ്യമന്ത്രി ഇതാ ദുബായിലേക്ക് മുങ്ങിയിരിക്കുന്നു എന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ് കുഴൽനാടനും കൂട്ടരും പരമാവധി നാട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും ചീറ്റിപ്പോയതും. പിന്നെ കോടതിയിൽ എന്താണ് സംഭവിച്ചത്? മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി കോടതി നിസ്സാരമായി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി തള്ളിയത്. മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണം എന്നായിരുന്നു കുഴൽനാടൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആവശ്യം. എന്നാൽ വിശദമായ വാദം കേട്ട കോടതി ഈ ആവശ്യം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു, നിരാകരിക്കുകയായിരുന്നു. CMRL കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് വീണ വിജയൻ്റെ എക്സാലോജിക്കിന് CMRL ഉടമ പണം നൽകിയത് എന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വാദം. ഇത് പക്ഷേ വാദമെന്നല്ല, മാത്യു കുഴൽനാടൻ്റെ സ്വന്തം വെറുമൊരു ആരോപണം എന്ന് വേണം പറയാൻ. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ മാസങ്ങൾക്ക് മുമ്പേ ഹർജി നൽകിയത്. ആദ്യം ഈ കേസ് വിജിലൻസ് അന്വേഷിക്കണം എന്നായിരുന്നു കുഴൽനാടൻ്റെ നിലപാട്. പിന്നെ കുഴൽനാടൻ പ്ലേറ്റ് മാറ്റി ഈ കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ട, കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതി എന്നായിരുന്നു കുഴൽനാടൻ്റെ അടുത്ത പ്ലീ. അപ്പോഴേ കോടതി കുഴൽനാടനെ ഒന്ന് നോട്ടമിട്ടിരുന്നതാണ്. പിന്നാലെ കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണ കോടതി ഹർജികൾ പരിഗണിച്ചു. അപ്പോഴേക്ക് കുഴൽനാടൻ വിവിധ രേഖകൾ കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ 5 രേഖകളാണ് മാത്യു കുഴൽനാടൻ കോടതിക്ക് നൽകിയത്. മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നു എന്ന് കുഴൽനാടൻ മാത്രം അവകാശപ്പെടുന്ന 5 രേഖകളായിരുന്നു വിജിലൻസ് കോടതിയിൽ ഒന്നിനു പിറകെ ഒന്നായി കുഴൽനാടൻ ഹാജരാക്കിയത്. എന്നാൽ ആ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ ആ രേഖകൾ വിശദമായി പഠിച്ച ശേഷം കോടതിയെ അറിയിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 3 ദിവസത്തിനകം എക്കലും മണ്ണ് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഒരു കത്ത്, KMERL കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ അനുകൂല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശിച്ചുകൊണ്ടുള്ള സർക്കാർ കുറിപ്പ് എന്നിവ മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കി. ഇതിനെതിരെ സർക്കാർ വീണ്ടും CMRL അപേക്ഷ തള്ളിയ ആ സുപ്രധാന ഉത്തരവ് വിജിലൻസും സർക്കാരിന് വേണ്ടി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കുഴൽനാടന് ഏത് തെളിവാണ് മുഖ്യമന്ത്രിക്കെതിരെ ഹാജരാക്കിയതെന്ന് കോടതി ചോദിച്ചപ്പോഴും കുഴൽനാടന് ഒരു മിണ്ടാട്ടവുമില്ല, വ്യക്തമായ മറുപടിയുമില്ല. കോടതിയിൽ നൽകിയ 5 രേഖകളിൽ ഏതാണ് മുഖ്യമന്ത്രിക്കെതിരായി കുഴൽനാടന് ഉന്നയിക്കാനുള്ളത് എന്ന കോടതിയുടെ ചോദ്യത്തിനും മറുപടിയില്ല. തെളിവില്ലാതെ എന്തിനാണ് ഈ രേഖകൾ ഇവിടെ കൊണ്ട് നൽകിയത് എന്ന ചോദ്യത്തിനും കുഴൽനാടന് മറുപടിയില്ല. അതോടെ തിങ്കളാഴ്ച രാവിലെ വിജിലൻസ് കോടതി ചേർന്ന ഉടനെ തന്നെ ഹർജി തള്ളി ശുദ്ധികലശവും നടത്തി എല്ലാം കോടതി അവസാനിപ്പിച്ചു. ഇനി ഈ കുഴൽനാടൻ മാസപ്പടി കേസും തലയിലെടുത്ത് വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകുമെന്നാണ് ചോദ്യം. ഇത്രയും കാലം മുഖ്യമന്ത്രിയെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ, മുഖ്യമന്ത്രിയുടെ മകളെ വരെ ഈ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയോ കോലാഹലമുണ്ടാക്കാനും ആരൊക്കെയായി തീരാനും ഒക്കെ ശ്രമിച്ചതാണ് കുഴൽനാടൻ. ഭാവിയിൽ ഒരു കൊച്ചു കപിൽ സിബലായി മാറാനായിരുന്നു കുഴൽനാടൻ്റെ ഈ ശ്രമങ്ങൾ. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. പക്ഷേ ഇടുക്കി ചിന്നക്കനാലിൽ തൻ്റെ റിസോർട്ടിന് വേണ്ടി പൊതുഭൂമി കയ്യേറ്റം നടത്തിയത് എല്ലാവരും മറന്നെന്ന് കുഴൽനാടൻ കരുതണ്ട. ആ വഴിക്കുള്ള അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകുക തന്നെ ചെയ്യും. റിസോർട്ട് ഭൂമി കയ്യേറ്റത്തിൻ്റെ കൂടുതൽ വ്യക്തമായ തെളിവുകൾ കേസന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ പുറത്തു വന്നതാണ്. 1-2 50 സെൻറ്റ് പുറമ്പോക്ക് ഭൂമിയാണ് ചിന്നക്കനാലിൽ കുഴൽനാടൻ ഒരു ഉളുപ്പുമില്ലാതെ വേലികെട്ടി തിരിച്ച് തൻ്റെ റിസോർട്ടിന് വേണ്ടി സ്വന്തമാക്കിയത്. അപ്പോൾ കുഴൽനാടന് എന്തുമാകാം? സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രി കുടുംബത്തിന്, ഇവർക്കാർക്കും പുറത്തിറങ്ങി നടക്കാനാകാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ച ഈ കുഴൽനാടന് എന്തുമാകാമെന്നാണ് ചിന്തയെങ്കിൽ കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ടിൽ കുഴൽനാടൻ വ്യക്തമായും സമാധാനം പറയേണ്ടി വരും തീർച്ച.